ഇന്ത്യ ലോക ശ്രദ്ധ നേടിയ ദിവസമായിരുന്നു ഇന്നലെ. ഇറാൻ സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച അപൂർവ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇറാനെതിരെയായിരുന്നു പ്രമേയമുണ്ടായിരുന്നത്. ആ പ്രമേയത്തെ എതിർത്തുകൊണ്ട് ഇന്ത്യ വോട്ട് ചെയ്തു. ഇന്ത്യ ഗവൺമെൻറ് പിന്തുണ അറിയിച്ചു. ഇപ്പോഴത്തെ ആയത്തുള്ള അലി ഖംനായുടെ ഭരണ സംവിധാനം അവിടെ നിലനിൽക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്ന് അടയാളപ്പെടുത്തുകയും അത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. UNHRC അഥവാ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ കൗൺസിലാണ് UN സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ പ്രമേയത്തിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായിരിക്കുന്ന ആക്രമണം നടക്കുന്ന ഇറാനെതിരെ അവതരിപ്പിക്കുന്ന പ്രമേയമാണ്. അത് അനുകൂലിച്ചും എതിർത്തും വിട്ടുനിന്നുമൊക്കെ ഒരുപാട് രാജ്യങ്ങൾ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാൻ 7 രാജ്യങ്ങളാണ് ഇറാൻ്റെ ഈ പ്രമേയത്തിന് എതിരെയായിട്ട് അഥവാ ഇറാന് അനുകൂലമായി ആ രാജ്യം അതിൻ്റെ ഭരണ സംവിധാനവും അവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് ചെയ്തത്. നമുക്ക് നോക്കാം ഏതൊക്കെ രാജ്യമാണെന്നുള്ളത്. 1 ഇന്ത്യ, ചൈന, ക്യൂബ, ഇന്തോനേഷ്യ, ഇറാഖ്, പാകിസ്ഥാൻ, വിയറ്റ്നാം. ഈ 7 രാജ്യങ്ങളാണ് ആ സഭയിൽ ഇറാൻ അനുകൂലമായ രീതിയിൽ പ്രമേയത്തെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തത്. അത് ലോക ശ്രദ്ധ നേടി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 14 രാജ്യങ്ങൾ വിട്ടുനിന്നു. നമുക്ക് നോക്കാം ഏതൊക്കെ രാജ്യങ്ങളാണ് വിട്ടുനിന്നത്. ബ്രസീൽ, അഗോല, കോട്ട്ദീപ്, ഈജിപ്റ്റ്, എത്യോപ്യ, ഗംബിയ, കെനിയ, കുവൈറ്റ്, മുലാവി, മൊറീഷ്യസ്, ഉത്തര ദക്ഷിണാഫ്രിക്ക, തായ്ലൻഡ്, ബുറുണ്ട്, DR കോൺഗോ എന്നീ രാജ്യങ്ങളാണ് ഈ പ്രമേയത്തിൽ വോട്ട് രേഖപ്പെടുത്താതെ മാറി നിന്നത്. അനുകൂലിച്ചവർ UK, യുണൈറ്റഡ് കിങ്ഡം, സ്കോട്ട്ലൻഡ്, സ്പെയിന്, സ്ലോവേനിയ, ദക്ഷിണ കൊറിയ, മാക്ഡോണിയ, നെതർലാൻഡ്, മെക്സിക്കോ, മാർഷൽ ദ്വീപുകൾ, ജപ്പാൻ, ഇറ്റലി, ഗാന, ഐസ്ലാൻഡ്, ഫ്രാൻസ്, എസ്റ്റോണിയ, ഇക്വഡോർ, ഡൊമിനിക് റിപ്പബ്ലിക്, ചിലി, കൊളംബിയ, ബൾഗേറിയ, അങ്ങനെ തുടങ്ങിയിട്ട് 25 രാജ്യങ്ങൾ ഇതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ എന്താ ഇതിൻ്റെ വിഷയം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നു. ഈ ഇറാനെതിരെയുള്ള പരാതിയുടെ പ്രധാനമായിരിക്കുന്ന ഭാഗമാണ് ഈ പറയുന്നത്. പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നു, സ്ത്രീകളുടെ അവകാശം ലംഘിക്കുന്നു, മാധ്യമ സ്വാതന്ത്ര്യം നൽകുന്നില്ല, അന്യായമായ അറസ്റ്റുകൾ രേഖപ്പെടുത്തുന്നു, വധശിക്ഷ നടപ്പിലാക്കുന്നു. ഇവയെക്കുറിച്ചെല്ലാം ഔദ്യോഗികമായി UN രേഖകൾ ഉൾപ്പെടുത്തുകയാണ് ഈ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത് ചുരുക്കം. UK, ഫ്രാൻസ്, ജർമ്മനി, ഐസ്ലാൻഡ് എന്നീ രാജ്യങ്ങളാണ് ഡ്രാഫ്റ്റ് ചെയ്ത് തയ്യാറാക്കി ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. അവരാണിത് പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ അവതരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെതിരെ രൂക്ഷമായിരിക്കുന്ന വിമർശനം നടത്തുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പേര് അതിൽ പരാമർശിച്ചത്. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ഏകദേശം 60,000-ലും അധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു പ്രമേയം UN സഭയിൽ വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നടപടി UN എടുക്കും. നടപടികളൊന്നും എടുക്കില്ല. പക്ഷേ എന്തുണ്ടാവും, അത് അവിടെ രേഖപ്പെടുത്തി വെക്കും. പിന്നീട് ജനറൽ അസംബ്ലി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് പരിശോധിക്കും. ഇങ്ങനെ ഒരു സംഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു കനം വെപ്പിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ നിലപാട് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും എന്നൊരു പ്രത്യേകത ഇതിനുണ്ട്. ഇതിൽ അമേരിക്ക, ഇസ്രായേൽ, റഷ്യ 3 രാജ്യവും പങ്കെടുത്തിട്ടില്ല. പ്രമേയം വോട്ടും ചെയ്തിട്ടില്ല. അവരിതിൽ പങ്കെടുത്തിട്ടുമില്ല. അവർ അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്താ അതിൻ്റെ കാര്യം നോക്കാം. അമേരിക്കയും ഇസ്രായേലും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ അംഗത്വമുള്ള രാജ്യമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പങ്കെടുക്കാനോ വോട്ട് രേഖപ്പെടുത്താനോ അഭിപ്രായം പറയാനോ സാധിക്കുകയില്ല. എന്നാൽ ഈ റഷ്യ അതിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2002 ഉക്രൈൻ യുദ്ധത്തോടനുബന്ധിച്ച് UN ജനറൽ അസംബ്ലി ഹ്യൂമൻ റൈറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് റഷ്യയെ സസ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ചൈന ഉണ്ടായിരുന്നു. ചൈന ഈ അനുകൂലമായി വോട്ട് ചെയ്ത കാര്യം നമ്മൾ പറയുകയും ചെയ്തു. ഇപ്പോൾ അവസ്ഥാ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്ന ഒരു പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസിലെ ചില ഈ സാമൂഹിക ഈ വിഭാഗങ്ങൾ ചില റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. അതായത് ഫ്രാൻസിന് എതിരായിട്ട് ഫ്രാൻസ് ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനമായിട്ട് അത് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളാണെന്ന് പറയുന്നു. പ്രതിപക്ഷ കക്ഷികളല്ലാന്ന് അവരും പറയുന്നു. എന്നാൽ അതിലവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് ലോകാടിസ്ഥാനത്തിൽ ഓരോരോ രാജ്യവും
ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ തന്നെ അത് പഠിക്കുകയും മനസ്സിലാക്കിയിട്ടും വേണം പ്രമേയം അവതരിപ്പിക്കാൻ. എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങൾ അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും അവരുടെ നയങ്ങളും നിലപാടും മറ്റു ലോക രാജ്യത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മൗനം പാലിക്കുകയും മൂന്നാം ലോക രാജ്യമോ ദരിദ്ര രാജ്യമോ സൈനികപരമായി ബലമോ ശക്തിയോ ഇല്ലാത്ത രാജ്യങ്ങളിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇടപെട്ടുകൊണ്ട് രാജ്യത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ ഏകാധിപത്യമാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ നിലപാട് ഏറെക്കുറെ ചൈനക്കും ഉണ്ട്. അപ്പോൾ ചൈന അത് പരസ്യമായിട്ട് പറയാത്ത ചില സമയത്ത് അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അവർ വല്ലാത്ത രീതിയിൽ ഇടപെടുന്നുണ്ട് എന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടത് ഇന്ത്യയുടെ നിലപാടാണെന്നൊരു പ്രത്യേകത. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ആ സൗഹൃദ ബന്ധം അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സീപോർട്ട് പോലും ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യയാണ്. അത് ശ്രദ്ധിക്കപ്പെട്ട ഒരു സീപോർട്ടായിരുന്നു. അതിന് വലിയ രീതിയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇറാൻ്റെ പ്രസിഡന്റ് തന്നെ പത്ര റിപ്പോർട്ടുകളൊക്കെ പുറത്തിറക്കിയ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് രണ്ടാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം ആ സംഘടന നടത്തിയിട്ടുണ്ട്. അത് അവർ പറയുന്ന കാര്യം എന്ത് നടപടിയാണ് അമേരിക്കക്കെതിരെ സ്വീകരിച്ചത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ സമൂഹത്തെയും വിഭാഗത്തെയും ജനങ്ങളെയും കൂട്ടക്കൊല ചെയ്യുന്ന പ്രവർത്തനം നടത്തുമ്പോൾ മൗനം പാലിക്കുകയും മറ്റു രാജ്യത്തിനകത്ത് ജനാധിപത്യപരമായ രീതി പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അവർക്ക് ആയുധം കൊടുത്തുകൊണ്ട് ഭരണത്തെ അട്ടിമറിക്കാനുള്ള പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. ഹ്യൂമൻ റൈറ്റ്സ് റിസോർട്സ് എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ അവർ പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഈ ഹ്യൂമൻ കൗൺസിൽ എന്ന് പറയുന്നതൊക്കെ എല്ലാ രാജ്യങ്ങളിലും തുല്യ രീതിയിൽ അതിൽ ഇടപെടാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്നും അവർ ചോദിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദുരിതവും പ്രയാസവും അനുഭവിക്കുന്ന ആ ദുരിതവും പ്രയാസം വെറുതെ അനുഭവിക്കല്ല, ഒരു രാജ്യത്തിൻ്റെ ക്രൂരമായ ആക്രമണത്താൽ അനുഭവിക്കപ്പെടുന്ന ഒരു ദേശത്തിൻ്റെ പേരാണ് ഗസ എന്ന് പറയുന്നത്. ഗസയിൽ മാത്രം അത് അവസാനിക്കുന്നില്ല. വെസ്റ്റ് ബാങ്കിലും അതിൻ്റെ വ്യാപ്തി പടർന്ന് പന്തലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും ഗസയിൽ ഒരു കുട്ടി പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെസ്റ്റ് ബാങ്കിൽ ഒരാൾ പോലും അറസ്റ്റ് ഇസ്രായേൽ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു പാലസ്തീൻ്റെ വീട് എങ്കിലും കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വർത്തമാനകാല സംഭവത്ത് നമ്മൾ ഇരിക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന സമയത്തൊക്കെ ദുരിതപൂർവമായിരിക്കുന്ന ദുരന്തപരമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേൽ പാലസ്തീൻ്റെ ദേശത്ത് നടത്തി വരുന്നു. അവിടെ ഒന്നും ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന സംവിധാനം കുറ്റമറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. മാത്രമല്ല ഇനി അങ്ങനെ ചെയ്താൽ തന്നെ അവർക്ക് നടപടി എടുക്കാൻ വേണ്ടി ആരും മുന്നോട്ട് വരികയില്ല. അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് 2 പ്രാവശ്യം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. ഒന്നും നടന്നിട്ടില്ല. അയാളിപ്പോൾ സുഖകരമായിട്ട് ജീവിക്കുന്നു. അതേ അറസ്റ്റ് വാറണ്ട് അല്ലെങ്കിൽ അതിന് അനുകൂലമായിരിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തിക്ക് ഏതെങ്കിലും ഒരു പ്രമേയം അവതരിപ്പിക്കുകയോ നടപടിയെടുക്കുകയോ മറ്റേതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യത്തോ മുസ്ലിം രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കോ നേരെയോ ആണ് ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ യുദ്ധം അമേരിക്ക പ്രഖ്യാപിക്കുകയും നടപടിയെടുക്കുകയും ഭരണം അട്ടിമറിക്കുകയും ഭരണാധികാരികളെ തൂക്കിക്കൊല്ലുകയും അങ്ങനത്തെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവർ നടത്തും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ന്യായവും നീതിയുമല്ല യഥാർത്ഥത്തിൽ സംഘബലവും സൈനികപരമായിരിക്കുന്ന ശക്തിയും പ്രയോഗിച്ചുകൊണ്ട് ഗുണ്ട ആക്ട് പോലെയുള്ള സംവിധാനം നടപ്പിലാക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് ചുരുക്കം. UN സഭയാണെങ്കിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണെങ്കിലും ഈ പറയപ്പെട്ട യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ കൗൺസിലാണെങ്കിലും അവർക്കൊക്കെ പ്രത്യേകമായിരിക്കുന്ന താല്പര്യം അമേരിക്കയുടെ നയങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇറാൻ്റെ അകത്ത് ഈ അന്താരാഷ്ട്ര പരിശോധനാ സംഘം വന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. IAEA വന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിശോധനാ കാര്യങ്ങളൊക്കെ നടത്തി. അത് കൃത്യമായി ഇത് റിപ്പോർട്ട് ചെയ്യുകയും അതിന് അനുകൂലമായിരിക്കുന്ന നിലപാടുകളൊക്കെ ഇറാൻ സർക്കാർ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവർ നിർദ്ദേശിക്കപ്പെട്ട അവർ മുന്നോട്ട് വെക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൊണ്ട് പരിപാലിച്ചും സംരക്ഷിച്ചും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്. പക്ഷേ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയപ്പോൾ ഈ IAEA മൗനം പാലിച്ചു. അതിനെ പ്രതിഷേധിക്കുക പോലും ചെയ്തിട്ടില്ല. ചെയ്ത പ്രവൃത്തി തെറ്റാണ് എന്ന് പോലും പറയാൻ മടിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അവരൊക്കെ അമേരിക്കയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സ്ഥിതികളാണ് ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിച്ചതെന്ന് ചുരുക്കം. അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ ഒരു വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയും അവതരിപ്പിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചാ കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ചുരുക്കം. ഇറാൻ്റെ അകത്തുള്ള ആണവായുധ മേഖലയും അതിൻ്റെ സംവിധാനങ്ങളും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗം ഇസ്രായേലിനകത്തേക്കുള്ള ആണവായുധ സംവിധാനം തരാൻ വേണ്ടി പോകാത്തതിൻ്റെ കാരണം നമ്മൾ ഊഹിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചിലത് നിലനിൽക്കണം, അത്
ന്യായമാണെങ്കിലും അന്യായമാണെങ്കിലും, ചിലത് നശിക്കണം, അത് ന്യായമാണെങ്കിലും അന്യായമാണെങ്കിലും. ഈ പോക്കാണ് യഥാർത്ഥത്തിൽ ലോകത്ത് അസ്ഥിരത ഉണ്ടാക്കുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. എന്താണിപ്പോൾ ഇറാൻ നടന്നിരിക്കുന്ന സംഭവം? ഇറാൻ എന്ന് പറയുന്നത് സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. 1979 കൂടിയിട്ട് അത് ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ട് മാറുകയും ചെയ്തു. ആ രാജ്യം ജനാധിപത്യ പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യമാണ്. മറ്റു ലോക രാജ്യങ്ങളിൽ ജനാധിപത്യ സംവിധാനം എങ്ങനെയാണോ സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എതിർപ്പുകളും സർക്കാരിനെതിരെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ മറ്റൊരു രാജ്യത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. എന്തിന് അമേരിക്ക ഇടപെട്ടു? അവരുടെ കയ്യിൽ എങ്ങനെ ആയുധം കെട്ടി? അവരെന്തിന് അവിടുത്തെ സൈനികരെ വെടിവെച്ച് കൊന്നു? 500ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതും 3500-ലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ട റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് ജനാധിപത്യപരമായിരിക്കും സമരം നടത്തുന്ന സമയത്ത് മറ്റു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് അതിൽ ഇടപെടേണ്ട കാര്യമോ അവർക്ക് പിന്തുണ നൽകേണ്ട കാര്യമോ ഇല്ല. ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്താണ് സങ്കീർണമാകുന്നത്. ഈ വിഷയങ്ങളൊക്കെയാണ് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നു. പുറത്തുനിന്നാണെങ്കിൽ പോലും അതിനകത്ത് അങ്ങനെ ഇത്രയും വിശാലമായിരിക്കുക ചർച്ചാ സംബന്ധമായിരിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതായാലും വോട്ടെടുപ്പിന് പ്രഖ്യാപിച്ചു. ഈ UK, യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടനാണത് കൊണ്ടുവരുന്നത്. പിന്നീടാണ് വോട്ടെടുപ്പ്. ആ വോട്ടെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന രാജ്യമായി 7 രാജ്യങ്ങൾ മാറി. അതിൽ ഒന്നാം സ്ഥാനം ഇന്ത്യയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾക്ക് കൂടി വലിയ രീതിയിൽ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.